സംബന്ധിച്ചിടത്തോളം റൂഹുൽ ഖുദ്സ് ത്രിയേകത്വത്തിന്റെ ഒന്നാണ്, മൂന്നിൽ ഒന്നാണ്. ഇസ്ലാമിൽ റൂഹുൽ ഖുദ്സ് എന്ന് പറയുന്നത് ദൈവികമായ ദൈവത്തിൽ നിന്നുള്ള ദിവ്യബോധനം എന്ന ആ ചൈതന്യമാണ്. അതിന് ഖുർആനിന് റൂഹ് എന്ന് ഒന്നിലധികം സ്ഥലങ്ങളിൽ വ്യവഹരിച്ചിട്ടുണ്ട്. ജിബ്രീൽ എന്ന മലക്കിനും റൂഹ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അല്ലാഹുവുമായും അവന്റെ ആന്തരിക ആത്മീയ മേഖലയുമായും ബന്ധപ്പെട്ട ആ വിശുദ്ധിയെ കുറിക്കുന്നതാണ് റൂഹുൽ ഖുദ്സ് എന്ന പ്രയോഗം. നീ കവിത ചൊല്ലുക, നിന്റെ ശത്രുവിനെ മലർത്തിയടിക്കുന്ന പാട്ട് നീ പാടുക, നിന്റെ കൂടെ ദൈവത്തിന്റെ സഹായമുണ്ടാകും എന്നാണ് കുൽ റൂഹുൽ ഖുദ്സി മഅക എന്നതിന് സാമാന്യമായി നാം മനസ്സിലാക്കുന്ന അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചു തന്നെ, നബിയുടെ ശരീര സൗന്ദര്യത്തെക്കുറിച്ച് പോലും ഹസ്സാൻ നബിയുടെ മുമ്പിൽ പാടിയിട്ടുണ്ട്. എനിക്ക് പാടാൻ പറ്റുകയില്ലെങ്കിലും വർത്തമാനമായിട്ട് ഞാൻ പറയാം. വഅഹ്സന മിൻക ലം തറ ഖത്തു ഐനി വഅജ്മല മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ. നബിയെ നോക്കി ഹസ്സാൻ പാടിയതാണ്. വഅജ്മല മിൻക ലം തറ ഖത്തു ഐനി, അങ്ങയേക്കാൾ സൗന്ദര്യമുള്ള ഒരു മനുഷ്യ ശരീരം ഇന്നോളം എന്റെ കണ്ണ് കണ്ടിട്ടില്ല. വഅഹ്സന മിൻക ലം തലിദിൻ നിസാഉ, താങ്കളെക്കാൾ ഭംഗിയുള്ള സൗന്ദര്യമുള്ള ഒരു ആളെ ഇതുവരെ ഒരു സ്ത്രീയും പ്രസവിച്ചിട്ടില്ല. ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഐബി, എല്ലാ ന്യൂനതകളിൽ നിന്നും സുരക്ഷിതമായി അങ്ങ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇതിലെ കവിത എന്ന ഭാവന ഇനിപ്പറയുന്ന വരിയിലാണുള്ളത്. കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ, താങ്കൾ എങ്ങനെയാണോ ആഗ്രഹിച്ചത് അതുപോലെ താങ്കൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നാം. ഇങ്ങനെ നബി തിരുമേനിയുടെ ശരീര സൗന്ദര്യത്തെപ്പോലും ഹസ്സാൻ റളിയല്ലാഹു അൻഹു വിശേഷിപ്പിച്ചിട്ടുണ്ട്. അധ്യക്ഷൻ കബീർ സുഹൃത്ത് പറയുകയുണ്ടായി, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു സൗന്ദര്യബോധമുള്ളവനാണ്, അവൻ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടും. വിശുദ്ധ ഖുർആനിൽ സൂറത്തു നഹ്ലിലാണെന്ന് തോന്നുന്നു, മനുഷ്യന് അനുഗ്രഹമായി നൽകിയ കന്നുകാലികളെയും മൃഗങ്ങളെയും കുറിച്ച് പരാമർശിക്കുന്ന കൂട്ടത്തിൽ വലക്കും ഫിഹ ജമാൽ, നിങ്ങൾക്കതിൽ സൗന്ദര്യാവിഷ്കാരമുണ്ട്, സൗന്ദര്യാസ്വാദനമുണ്ട്. സുന്ദരമായ വളരെ ഭംഗിയുള്ള ഈ ജീവികൾ നിങ്ങളുടെ സൗന്ദര്യബോധത്തെ സന്തോഷിപ്പിക്കുന്നു എന്ന് ഈ ജീവികളെ ചൂണ്ടി വിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി. വത്തൈറ സാഫാത്ത്, അണിനിരന്ന് ഒരേ തൂവൽ പക്ഷികൾ അന്തരീക്ഷത്തിൽ പറന്നു പോകുന്നതിനെ വിശുദ്ധ ഖുർആൻ എടുത്ത് കാണിച്ചിരിക്കുന്നു. തർക്കുബൂനഹാ വസീന, വാഹനങ്ങളായി മൃഗങ്ങളെ ഉപയോഗപ്പെടുത്താമെന്ന് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ വസീന, സൗന്ദര്യമായും നിങ്ങൾക്കതിനെ ഉപയോഗപ്പെടുത്താം എന്ന് പറഞ്ഞിരിക്കുന്നു. അതിന്റെ അർത്ഥം തത്തയെ കൂട്ടിലിട്ട് പോറ്റാമെന്നല്ല. കഴിയുമെങ്കിൽ തത്തയെ മെരുക്കി നിങ്ങൾക്ക് അതിന്റെ സൗന്ദര്യം ആസ്വദിക്കാം. അതിന്റെ സ്വാതന്ത്ര്യവും അതിന്റെ ജീവിക്കാനുള്ള ആ അവകാശവുമൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് അടിമയാക്കി ആസ്വദിക്കുന്നത് ഇവിടെ ഉദ്ദേശമല്ല. ഏത് സൗന്ദര്യവും ആസ്വദിക്കുവാനുള്ളതാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിച്ചിരിക്കുന്നു. ഇവിടെ ശരി തെറ്റ് ഏതാണ്
എന്നതാണ് അടുത്ത ഒരു പ്രശ്നം. ആത്മാവിന്റെ ആവിഷ്കാരമാണ് സാഹിത്യം, കല, കവിത എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ വിശുദ്ധമായ ഒരു കാര്യമാണ് എന്ന രൂപത്തിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ ഒരുപാട് അധമ സാഹിത്യങ്ങൾ മനുഷ്യന്റെ വളർച്ചയ്ക്കും നിർമ്മാണത്തിനും വികാസത്തിനും ഒരു സംഭാവനകളും അർപ്പിക്കാത്ത ക്ഷുദ്ര അധമ കൃതികൾ അതും ഈ കൂട്ടത്തിൽ വരികയില്ലേ എന്ന ചോദ്യം പ്രസക്തമാണ്. അവിടെയാണ് നമ്മൾ ആത്മാവിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. മനുഷ്യന്റെ ആത്മാവിനെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. അതിനെ വളരെ ഭംഗിയായും സന്തുലിതമായും അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നു. എന്നിട്ട് ആ ആത്മാവിന് അതിന്റെ അതിന്റെ ധർമ്മവും അധർമ്മവും അതിന് ബോധനം ചെയ്തിരിക്കുന്നു. അപ്പൊ മനുഷ്യാത്മാവിന് രണ്ട് ഭാവമുണ്ട് എന്നതിൽ നിന്നും നാം മനസ്സിലാക്കുന്നു. ഒന്ന് ധർമ്മത്തിന്റെ, നന്മയുടെ, മൂല്യത്തിന്റെ, തഖ്വയുടെ ഭാവമാണ്. വേറെയൊന്ന് തിന്മയുടെ, അധർമ്മത്തിന്റെ, ഫുജൂറിന്റെ വശമാണ്. ഇത് രണ്ടും മനുഷ്യാത്മാവിലുണ്ട്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യനിൽ ദൈവികമായ ഒരു വശമുണ്ട്. അതേ മനുഷ്യനിൽ പൈശാചികമായ മറ്റൊരു വശമുണ്ട്. ഇതൊക്കെ പല വ്യാഖ്യാനങ്ങളിൽ ധാരാളം തെറ്റിപ്പോകാവുന്ന പ്രയോഗങ്ങളാണ്. മനുഷ്യനിൽ അല്ലാഹു അവങ്കൽ നിന്നുള്ള ഒരു ചൈതന്യം വിക്ഷേപിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നു. അങ്ങനെ ദൈവികമായ ഒരു ഭാവം മനുഷ്യനിൽ അല്ലാഹു തആല നിക്ഷേപിച്ചിട്ടുണ്ട്. അതേസമയത്ത് മനുഷ്യൻ മൃഗീയതയിൽ നിന്നപ്പുറത്ത് പൈശാചികമായ ഒരു ഭാവവും കൂടി ഉൾക്കൊള്ളുന്നവരാണ്. മൃഗീയത എന്ന് പറയുന്നത് ഒരു അധിക്ഷേപമോ ഒരു തിന്മയോ അല്ല. മൃഗത്തിന് സ്വാഭാവികമായ ഒരു കാര്യം മാത്രമാണ് മൃഗീയത എന്ന് പറയുന്നത്. മൃഗം ഒരു തെറ്റും ചെയ്യുന്നില്ല. അതിന് നൽകപ്പെട്ട വിശേഷ ബുദ്ധി ഇല്ലാത്ത, അതിന്റെ കഴിവനുസരിച്ചുള്ള പ്രകൃതിയുക്തമായ ജീവിതമേ അത് നയിക്കുന്നു. ബോധപൂർവം അത് ഒരു തെറ്റ് ചെയ്യുന്നില്ല. പാമ്പ് മുതൽ സിംഹം വരെയുള്ള, നരി വരെയുള്ള ഒരു ജീവിയും അനാവശ്യമായി ഒരു ആക്രമണവും നടത്തുകയില്ല. രണ്ടാവശ്യത്തിന് മാത്രമേ അവ ആക്രമണം നടത്തുകയുള്ളൂ. ഒന്ന്, വിശന്നാൽ ഇരയെ പിടിക്കുവാൻ. വിശപ്പ് മാറിക്കഴിഞ്ഞാൽ മറ്റൊരു വിശപ്പ് വരെ അത് ഒരു ജീവിയുടെ ഭാഗത്തും തിരിഞ്ഞു നോക്കുകയില്ല. രണ്ടാമത്തത് ശത്രുഭയത്താൽ. എന്നെ ആക്രമിക്കുവാൻ വരുന്നു എന്ന ആശങ്ക ഉള്ളിടത്താണ് അത് ഹിംസ പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് മൃഗീയമായ ഭാവം എന്ന് പറയുന്നത് ശരിയല്ല. ബൽഹും അലൽ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മൃഗീയ ഭാവത്തെക്കാൾ അപ്പുറമുള്ള ഒരവസ്ഥ മനുഷ്യനിൽ സംഭവിക്കും. അത് പൈശാചികമായ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു ഭാവമാണ്. അപ്പൊ മനുഷ്യന്റെ ആന്തരികമായ പ്രവർത്തന മണ്ഡലത്തിൽ ദിവ്യമായ ഭാവമുള്ളതുപോലെ, മുഖമുള്ളതുപോലെ പൈശാചികമായ ഒരു ഭാവവും മുഖവും അതിനുണ്ട്. ഈ രണ്ട് ഭാവങ്ങളുടെ, മുഖങ്ങളുടെ പ്രവർത്തനം ഭിന്നമായിട്ട് പുറത്തു വരുമ്പോൾ കലയിലും സാഹിത്യത്തിലും ആ ഭിന്നതകൾ പ്രകടമാവുക സ്വാഭാവികമാണ്, അനിവാര്യമാണ്. ഇത് വേർതിരിച്ച് കാണേണ്ടതായിട്ടുണ്ട്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യൻ അവന്റെ യഥാർത്ഥ ജീവിതത്തിൽ മറച്ചുപിടിക്കുവാൻ ആഗ്രഹിക്കുന്ന അവന്റെ മനുഷ്യത്വവും സംസ്കാരവും മറച്ചുവെക്കണമെന്ന് അവനോട് പറയുന്ന കാര്യങ്ങൾ കലയിലും നഗ്നമാക്കപ്പെടാതിരിക്കുകയാണ് അതിന്റെ മാനുഷികമായ ധർമ്മം. ഇത് ചോദ്യം ചെയ്യാവുന്നതാണ്, ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്.
ഉദാഹരണമായിട്ട് വസ്ത്രം ധരിക്കുക. വസ്ത്രം ധരിക്കുക എന്നത് മനുഷ്യൻ അവന്റെ സംസ്കാരമായിട്ട് ഓർമ്മ വെച്ച നാളു മുതൽ തന്നെ പരമ്പരയാ തുടർന്നു പോരുന്നു. ഇതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് കവിതയിലും സാഹിത്യത്തിലും കലയിലും. എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത്? മൃഗങ്ങൾ വസ്ത്രം ധരിക്കുന്നുണ്ടോ? മൃഗങ്ങൾക്ക് അവരുടെ നഗ്നത മറച്ചുപിടിക്കുവാൻ പ്രകൃതിദത്തമായ ഒരു സംവിധാനമുണ്ട് എന്ന് പറയുമ്പോൾ മനുഷ്യനും ആ സംവിധാനമുണ്ട് എന്ന് വാദിക്കാവുന്നത്. അപ്പൊ ആ വാദത്തിൽ കൂടി പോയാൽ എന്തിനാണ് നഗ്നത മറക്കുന്നത് എന്ന ചോദ്യം ഉത്ഭവിക്കുന്നു. പക്ഷേ ഇത് മനുഷ്യൻ മൊത്തത്തിൽ അംഗീകരിച്ച ഒരു സംസ്കാരമാണ്. കവിതയിൽ മാത്രം, കലയിൽ മാത്രം ഇത് അനുവദനീയമാണ് എന്ന ഒരു കാഴ്ചപ്പാട് അംഗീകരിക്കുവാൻ പറ്റുകയില്ല. മനുഷ്യന് അവന്റെ ഭൗതികമായ സാമാന്യ ജീവിതത്തിൽ പറ്റാത്തത് കലയിൽ പറ്റും എന്നത് വിവാദപരമായ ഒരു ചോദ്യമായി നാം അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒരു ചോദ്യം ഉന്നയിക്കാം. ആദം നബിയും ഹവ്വാ ബീവിയും തുണി ഉടുത്തിട്ടാണോ ജനിച്ചത്, സൃഷ്ടിക്കപ്പെട്ടത് എന്ന്? പിൽക്കാലത്ത് മനുഷ്യൻ തുണിയുടുത്തതല്ലേ എന്ന് ചോദ്യം ചെയ്യാം. ശരിയല്ല. ആദമും ഹവ്വായും തുണിയുടുക്കേണ്ട ഘട്ടം വന്നപ്പോൾ തുണി ഉടുത്തതായിട്ട് വിശുദ്ധ ഖുർആൻ വ്യക്തമായും നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. ഫബദത് ലഹുമാ സൗആതുഹുമാ ഫതഫിഖാ യഖ്സിഫാനി മിൻ വറഖിൽ ജന്ന. രണ്ടുപേർക്കും അവരുടെ നഗ്നതയെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. അത് എങ്ങനെയോ ഗോപ്യമായി കിടക്കുകയായിരുന്നു. പുരുഷനായ ആദാമിനും സ്ത്രീയായ ഹവ്വായ്ക്കും അവരുടെ നഗ്നത എന്താണെന്ന ഒരു തിരിച്ചറിവ് ലഭിച്ചിരുന്നില്ല. പരീക്ഷണശാലയിലാണ്, സ്വർഗമെന്ന പരീക്ഷണശാലയിലാണ് അവർ വളർത്തപ്പെടുന്നത്. പരീക്ഷണം ഈ പോയിന്റിൽ എത്തിക്കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോൾ വിലക്കപ്പെട്ട ഖനി അവർ തിന്നുവാനിടയായി പിശാചിന്റെ ദുർബോധനയ്ക്ക് വഴിപ്പെട്ടു. ഇത് ഒരു ട്രെയിനിങ് ആണ്, ഒരു തെർബിയത്താണ്. പിശാചി എന്ന ഒരു ശക്തിയുണ്ടെന്നും അത് മനുഷ്യനെ സ്വാധീനിക്കും, ആവാഹിക്കും. അപ്പോൾ അവൻ വഴിതെറ്റും, ദിവ്യമായ അവന്റെ ഭാവത്തിൽ നിന്ന് പിന്നോട്ടു പോകുമെന്നും അവനെ പഠിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. അല്ലാതെ ഒരു പഴം എന്നതിൽ ഒന്നും ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ദുർബോധനക്ക് വഴിപ്പെട്ട് അവർ പഴം തിന്നപ്പോൾ ഫബദത് ലഹുമാ സൗആതുഹുമാ, അവരുടെ നഗ്നത ഇരുവർക്കും വെളിപ്പെട്ടു. ഇതിന് വ്യാപകമായ അർത്ഥമുണ്ട്. അവരുടെ ജീവിതത്തിന്റെ മറഞ്ഞുകിടന്ന നഗ്നമായ വശം എന്ന ഭൗതികമായ ഒരർത്ഥം, അവരുടെ പോരായിക, ഒരു പരീക്ഷണശാലയിൽ അവരുടെ പോരായിക അവർക്ക് വെളിപ്പെട്ടു എന്നുമൊക്കെ അതിന് അർത്ഥവ്യാഖ്യാനങ്ങളുണ്ട്. ഏതായാലും ഭൗതികമായ അർത്ഥത്തിൽ അവർക്ക് നഗ്നത വെളിപ്പെട്ടപ്പോൾ ഉടനെ ആരുടെയും ഒരു നിർദ്ദേശവുമില്ലാതെ ഫതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന, സ്വർഗത്തിന്റെ വലിയ ഇലകൾ പറിച്ചിട്ട് രണ്ടുപേരും ഉടൻ നഗ്നത മറക്കാൻ ശ്രമിച്ചു എന്ന് ഖുർആൻ പറയുന്നു. ഇവിടെ നിന്നാണ് സംസ്കാരത്തിന്റെ ബാലപാഠം, സംസ്കാരത്തിന്റെ ആദ്യ ബിന്ദു ആരംഭിക്കുന്നത് എന്നാണ് ഇസ്ലാമിക കലാകാരൻ സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ മനുഷ്യ സംസ്കാരത്തിൽ അവന്റെ തന്നെ ആത്മീയതയിൽ അന്തർലീനമായ ഒരു ഭാവമാണ് നഗ്നതയെ മറക്കുക എന്നത്. കലാകാരന്റെ സ്വാതന്ത്ര്യം എന്ന തലക്കെട്ടിൽ ഈ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുകയാണെങ്കിൽ അത് മനുഷ്യന്റെ പൊതുജീവിതത്തെ, അവന്റെ സാമൂഹിക ജീവിതത്തെ അലങ്കോലപ്പെടുത്തുക എന്ന ഒരു വലിയ കുറ്റമാണ് അവൻ ഏറ്റെടുക്കുവാൻ പോകുന്നത്. അപ്പോൾ മനുഷ്യന് ചില നിയന്ത്രണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ചില നിയന്ത്രണങ്ങൾ കലാകാരനും ആവശ്യമുണ്ട്. അത് ഗവൺമെന്റിന്റെ ക്രിമിനൽ നിയമമാകണം എന്നല്ല ഞാൻ പറയുന്നത്. സാംസ്കാരികമായ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് മാനുഷികമായ മൂല്യങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അവന്റെ ജീവിതത്തിനെന്നതുപോലെ കലയ്ക്കും സാഹിത്യത്തിനും സംസ്കാരത്തിനുമൊക്കെ ഒരു
പരിധിയും പരിമിതിയും നിയന്ത്രണവും ഇല്ലെങ്കിൽ ഈ ലോകത്ത് അരാജകത്വം എന്ന ഒരവസ്ഥയാണ് സംഭവിക്കുന്നത്. അരാജകത്വം എന്ന് പറയുന്നത് രാഷ്ട്രീയം മാത്രമല്ല, സാംസ്കാരികം കൂടുതലായും അരാജകത്വത്തിന് വഴിപ്പെടും. അതോടുകൂടി ജീവിതം ദുസ്സഹമായിത്തീരുന്ന, നരകമായിത്തീരുന്ന ഒരവസ്ഥ വരും എന്നാണ് മുഖവരിയായിട്ട് എനിക്ക് ഈ വിഷയത്തിൽ പറയുവാനുള്ളത്. അതേ സമയത്ത് ഓരോ വിഭാഗത്തിന്റെ താൽപ്പര്യങ്ങളനുസരിച്ചോ തെറ്റായ ചില ധാരണകളനുസരിച്ചോ ഒന്നും കലാകാരന്റെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടേണ്ടുന്ന കാര്യമല്ല. സർവാംഗീകൃതമായ സാംസ്കാരിക മൂല്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നിടത്ത് സാഹിത്യകാരന്റെ തൂലിക അവിടെ മാറ്റപ്പെടേണ്ടതാണ് എന്ന് മാത്രമാണ് ഞാൻ അർത്ഥമാക്കുന്നത്. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് ഖുർആനിലേക്കും ഇസ്ലാമിലേക്കും വരുമ്പോൾ വളരെ പ്രധാനമായ കുറെ പഠനാർഹമായ വശങ്ങൾ ഇതിനുണ്ട്. അതാകട്ടെ, നിലവിലുള്ള മുസ്ലിം സമൂഹം 100% അവഗണിച്ചിട്ടുള്ളതും അജ്ഞരായിട്ടുള്ളതും ആയ മുഖങ്ങളാണ്. നിങ്ങൾ കേട്ടിരിക്കും, അറബി ഭാഷ സാധാരണ അറിഞ്ഞാലും പോരാ, അതിന്റെ പ്രവാചക ജാഹിലിയ കാലഘട്ടത്തിലെ അത്യുദാത്തമായ അറബി സാഹിത്യത്തിന്റെ ആഴങ്ങളിൽ മുങ്ങിത്തപ്പുവാനുള്ള കഴിവുള്ളവർക്ക് മാത്രം മനസ്സിലാകുന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ സാഹിത്യഭംഗി, കലാഭംഗി എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും നമ്മൾ മൊത്തത്തിൽ കേട്ടുവച്ചിട്ടുണ്ട്, ഖുർആൻ വല്ലാത്ത ഒരു സാഹിത്യ സൃഷ്ടിയാണ്. ഇത് ഖുർആനിനോടുള്ള ഒരാദരവ് എന്ന നിലയിൽ മാത്രമാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ എതിരാളികളെ വെല്ലുവിളിച്ചിരിക്കും. എന്താണ് വെല്ലുവിളി എന്ന് ചോദിച്ചാൽ, വഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹി ഇൻ കുന്തും സാദിഖീൻ. ഇത് ദൈവികമായ വചനമല്ല വിശുദ്ധ ഖുർആൻ എന്ന് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സത്യത്തിൽ സംശയമുണ്ടെങ്കിൽ ഇത്ര വലിയ സാഹിത്യ സാമ്രാട്ടുകളായ കലാകാരന്മാരും കവികളുമായ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഒരു ചെറിയ കാര്യം മാത്രമാണ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ ഒരധ്യായത്തിന് സമമായ 3 വാക്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരിക. ഒരു സൂറത്ത് എന്ന് പറഞ്ഞതിന് നിർണിതമായി ഇത്ര ആയത്ത് എന്ന് വേണമെന്നില്ല. പക്ഷെ ഖുർആനിൽ വന്ന ഏറ്റവും ചെറിയ സൂറത്ത് ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. നമ്മൾ ഏറ്റവും വേഗത്തിൽ നിസ്കരിച്ച് തീർക്കേണ്ട സമയത്ത് രണ്ടാമത്തെ റക്അത്തിലെങ്കിലും ഓതുന്ന ഒരു ആയത്താണ്, ഒരു സൂക്തമാണ് ഇത്. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ഈ 3 വാക്യങ്ങൾ ചേർന്നാൽ ഒരു സമ്പൂർണ്ണ സൂറത്ത്. ഇതുപോലെ ഒന്ന് എഴുതിയുണ്ടാക്കാൻ നിങ്ങൾ തയ്യാറാവുക എന്ന് ആരെയാണ് വെല്ലുവിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇന്നും അവരുടെ സാഹിത്യത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ ആ പരിമിതമായ ലോകം വളരെ വളർന്നിട്ടില്ലാത്ത ഇടുങ്ങിയ ഒരു മരുഭൂമിയുടെ കാലഘട്ടത്തിൽ എങ്ങനെ അവരുടെ ഭാവന ചിറക് വെച്ച് പറക്കുന്നു എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ചില ഉദാഹരണങ്ങൾ ഞാൻ വേണമെങ്കിൽ പിന്നീട് സൂചിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ ക്ഷണിച്ചിട്ട് അതിനെ തുടർന്ന് ഒരുപാട് കഥകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതിൽ പലതും ഉദ്ധരിക്കുന്നത് വളരെ രസകരമായിരുന്നു. പക്ഷെ അതിന്റെ ശരിയായ ആധികാരികതകൾ ഉറപ്പുവരുത്തുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. യാദൃച്ഛികമായി ഇന്നായത്തൈനാക്കൽ കൗസർ ഫസ്വല്ലി റബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ എന്ന സൂറത്ത് ഇവിടെ പരാമർശിക്കപ്പെട്ടപ്പോൾ കേട്ട അതിന്റെ ആധികാരികത ഇനിയും ഉറപ്പുവരുത്തേണ്ടുന്ന ഒരു റിപ്പോർട്ട് ഞാൻ ഇവിടെ ഓർക്കുകയാണ്. ഈ സൂറ കഅബയുടെ മുകളിൽ കെട്ടിത്തൂക്കി ഏറ്റവും ഉയർന്ന സാഹിത്യ സൃഷ്ടി
കഅബയുടെ മുകളിൽ കെട്ടിത്തൂക്കുന്ന പതിവ് അറബികൾക്കുണ്ടായിരുന്നു. ആ പതിവനുസരിച്ച് ഈ സൂറ കെട്ടിത്തൂക്കി പഠനത്തിനും വിമർശനത്തിനും അതുപോലെ അനുകരിച്ച് ഉണ്ടാക്കാനും ഒക്കെയായിട്ട് ഒരു വെല്ലുവിളി എന്ന പോലെ ഇന്നാ അഅ്തൈനാക്കൽ കൗസർ എഴുതി തൂക്കി. വലിയ സാഹിത്യ സാമ്രാട്ടുകളൊക്കെ അതിന് ഒരു പകരം കണ്ടെത്താൻ ശ്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഏറ്റവും ഒടുവിൽ കൂട്ടത്തിലൊരാൾ അതിൻ്റെ ചുവടെ ഒരു വാചകം സ്വന്തമായിട്ട് എഴുതി വെച്ചുപോയി. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ഇനി പറയുന്ന വാക്യം കേട്ടാലും അത് ഇതിന്റെ തുടർച്ചയാണെന്നാ തോന്നുന്നത്. മാ ഹാദാ മിൻ ഖൗലിൽ ബശർ. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇത് മനുഷ്യവചനമല്ല, മനുഷ്യന് ഇങ്ങനെ പറയാൻ സാധ്യമല്ല എന്നെഴുതി വെച്ചു എന്ന്. നമ്മളെ സംബന്ധിച്ച് എല്ലാം കേട്ടാൽ ഖുർആനാണെന്ന് തോന്നും. ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഖുർആനെ പോലുള്ള വചനങ്ങൾ അറബി സാഹിത്യകാരന്മാരും പണ്ഡിതന്മാരും ഒക്കെ രചിച്ചിട്ടുണ്ട്. മന്നാശമാത് വമമ്മാതഫാത് വകുല്ലു മാ ഹുവ ആത്തിൻ ആത് ലൈലുൻ ദാജ് വനഹാറുൻ സാജ് വസമാഉൻ ദാതു അബ്റാജ്. ഇത് ഖുർആനിലെ ഒരു സൂറത്താണെന്ന് നിങ്ങളിൽ പലരും തെറ്റിദ്ധരിച്ചേക്കും. അതേസമയത്ത് ഖുസ്ബിന് സായിദത്തുൽ ഇയാദി എന്ന് പറയുന്ന വിശ്വാസിയായ ഒരു സാഹിത്യകാരൻ ഈ ലോകത്തെ സംബന്ധിച്ച ഒരു നിരീക്ഷണമാണ് ഈ സാഹിത്യവചനങ്ങളിൽ കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കേട്ടാൽ നമുക്ക് വ്യത്യാസമൊന്നും മനസ്സിലാക്കുകയില്ല. പക്ഷേ ഒരു ഇന്നാ അഅ്തൈനാക്കൽ കൗസർ വെച്ചുകൊണ്ട് അറബി സാഹിത്യ ലോകത്തെ മായ ഒരു സന്ദേശവുമായി വന്ന പ്രവാചകൻ ആരോരും പിന്തുണയില്ലാതെ ഒറ്റക്ക് നിന്നുകൊണ്ട് അറബി കവിതയുടെ ഒരു